കുറെ ഉണ്ണാക്കന്മാരുണ്ട്. ഈശ്വരാ, എന്തൊക്കെ സംഭവിക്കുമോ? ഞാൻ അറിയുന്ന മായ എന്ന് പറയുന്ന കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടി. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നുമില്ല. ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംഭവം ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ല. വിസ്മയ എന്ന് പറയുന്നില്ല, മായ. അവൻ ചിരിച്ചോണ്ടാ ഇടപഴകുന്നേ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ചിരിച്ചോണ്ട് പൊളിച്ച തെറി പറയാനും എടുക്കനാ. എനിക്ക് ഒരുപാട് ചൊറിഞ്ഞു വരുന്നു മേജർ. അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി. വൃത്തിയിട്ട വർത്തമാനം പറയുന്നതിനൊക്കെ എന്താ പറയാ, അതിർവരമ്പ് വേണം. ഒന്നും വേണ്ടായിരുന്നു, വെറുതെ തെറി. വിസ്മയെ പഠിപ്പിക്കുന്നു. വിദേശത്ത് പഠിച്ചത് കാരണം വിസ്മയ എന്ന് പറയുന്നില്ല, മായ, തേങ്ങ, മാങ്ങാ തൊലി. പൃഥ്വിരാജ് ഡയറക്ട് ചെയ്തൊരു പടം വന്നല്ലോ, എമ്പുരാൻ. പറയുമ്പോ എല്ലാം പറയണമല്ലോ. ആ പടം കണ്ടിട്ട് പുറത്തിറങ്ങി മല്ലിയ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ഉമ്മവും കൊടുത്തു. രാജുവിനോട് എനിക്ക് അസൂയ തോന്നുന്നു, ഇതുപോലെ ഒരു സിനിമ എടുക്കാൻ മഹാഭാഗ്യം വേണം എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം വീട്ടിൽ ചെന്നിരുന്നിട്ട് രാജ്യദ്രോഹ ചിത്രമാണിത് എന്ന് പറഞ്ഞ് എമ്പുരാനെതിരെ നീങ്ങിയ മഹാനാണല്ലോ നമ്മുടെ മേജർ. ആ തീരുമാനം മാറ്റേണ്ടി വരുമെന്ന് ഞാൻ ഖേദത്തോടെ അറിയിക്കട്ടെ. ആ മേജർ ഇന്ന് വിസ്മയെ തിരുത്തുന്നു. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാണ്ടിരിക്കുന്ന ഭംഗി. വിദേശത്ത് എവിടെ പോയി പഠിച്ചതുകൊണ്ട് വിസ്മയുടെ തലയിൽ ആള് താമസം. അന്നേരം നമ്മളെ നാവിലേതോ ഇബിലീസ് കയറി നമ്മളെ കൊണ്ടത് പറയിപ്പിച്ചതാ. ഇല്ല, രാജ്യ താല്പര്യം. രാജ്യത്തിന്റെ അഖണ്ഡതയും രാജ്യത്തിന്റെ താല്പര്യവും ഒക്കെ നീയൊക്കെ പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങളൊക്കെ പഠിക്കാനുള്ളത്. വിസ്മയെ പഠിപ്പിക്കുന്നു. വിദേശത്ത് പഠിച്ചത് കാരണം വിസ്മയ്ക്ക് രാജ്യത്തോട് കൂറില്ല എന്ന് ആലോചിച്ചോക്കെ. അതിനെല്ലാം പറയുന്നത് രാജ്യസ്നേഹം. എവന്റെയൊക്കെ കുടുംബ വകയാണ് രാജ്യസ്നേഹം. നമ്മൾ ജനിച്ചു വളർന്ന നാടിനോട് നമുക്ക് സ്നേഹമില്ലേ? ഇവനൊക്കെ അധികാരത്തിൽ വന്ന പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്തവന്മാർ ഭരിക്കുമ്പോൾ മാത്രമാണ് രാജ്യസ്നേഹം. ദേശത്ത് പഠിച്ചുകൊണ്ട് രാജ്യസ്നേഹമില്ല. ഇയാളെ നാക്കു പുഴുക്കില്ലെന്ന് നിങ്ങൾ ആലോചിച്ചു. എന്തെല്ലാം കേസുകൾ അയാളെ പേരിലുണ്ടെന്ന് അന്വേഷിച്ചു. അയാളാണ് രാജ്യസ്നേഹം ചിരക്കാൻ നടക്കുന്നത്. ഇതിലും അപ്പുറമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. വേറെ പണി നോക്കടാ ചാണക തലയന്മാരെ, പറഞ്ഞാ കൂടിപ്പോ. മതി മതി.